ഒരു വനത്തിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായിരുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ വനത്തിലെ ഏറ്റവും ധനികനായ ഒരു മകളുടെ കല്യാണത്തിന് തൊട്ടു മുമ്പ് അവൾക്ക് ഒരു കുഞ്ഞു ജനിച്ചു. ആരാണ് കുഞ്ഞിന്റെ അപ്പൻ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിന്റെ പിതൃത്വം അവൾ ഗുരുവിൽ ആരോപിച്ചു. കുപിതരായി എത്തിയ ഗ്രാമവാസികളോട് അങ്ങനെയാണോ എന്ന് മാത്രം ചോദിച്ച് അയാൾ അടുത്ത ദിവസം മുതൽ കുഞ്ഞിനെ പോറ്റുവാനായിട്ട് വിറകു വെട്ടുവാൻ ആരംഭിച്ചു. ഒരു കുഞ്ഞിന് പിതാവ് ചെയ്തു കൊടുക്കേണ്ടതെല്ലാം ആ ഗുരു ചെയ്തു കൊടുത്തു. കുറ്റബോധത്താൽ നീറിയ പെൺകുട്ടി നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷം ഗുരുവല്ല, കച്ചവടക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് കുഞ്ഞിന്റെ പിതാവെന്ന് കുമ്പസാരിച്ചു. ഗ്രാമവാസികളെല്ലാം ഒന്നടങ്കം വന്ന് ഗുരുവിന്റെ അടുക്കൽ വന്ന് മാപ്പ് പറഞ്ഞു. അപ്പോഴും അങ്ങനെയാണോ എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം തന്റെ മഴുവെടുത്തു മാറ്റി ധ്യാനിക്കുവാനായി ആരംഭിച്ചു. ജീവിതത്തിലെ ചില സഹനങ്ങൾ, രോഗങ്ങൾ, വേദനകളൊക്കെ നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരാക്കുന്നുണ്ട്. സഹനത്തിൽ നിന്ന് കുതറി ഓടുകയല്ല, മറിച്ച് അതിനെ സ്വീകരിച്ച് നന്മയാക്കി മാറ്റുവാനായിട്ട് സാധിക്കണം. ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അവിടെ തന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും.